നമസ്കാരം. ഇന്നലെയാണ് ഇപ്പോൾ UDF സർക്കാർ, പുതുതായി വന്ന UDF സർക്കാർ പുതിയ ബജറ്റ് അവതരിപ്പിച്ചത്. ഈ ബജറ്റിൽ ഷൊർണൂർ മണ്ഡലത്തിന് പുതിയ പദ്ധതികളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അതായത് കഴിഞ്ഞ ബജറ്റിൽ LDF സർക്കാർ അവസാനമായി അവതരിപ്പിച്ച ബജറ്റിലെ പദ്ധതികൾ തന്നെയാണ് ഈ ബജറ്റിലും അംഗീകരിച്ചിട്ടുള്ളത്. പുതിയ പദ്ധതികളൊന്നും ഇല്ല. അപ്പോൾ ആളുകൾക്കിടയിൽ ഒരു സംശയമുണ്ട്, പുതിയ പദ്ധതികളൊന്നും സമർപ്പിച്ചില്ലേ, എന്താണ് ഷൊർണൂർ മണ്ഡലത്തിൽ ഒന്നും കിട്ടാതെ വന്നത് എന്നൊക്കെ സംബന്ധിച്ചിട്ട് വിമർശന വിധേയമായി പല അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഒപ്പം ഉള്ളത് ഷൊർണൂർ മണ്ഡലം MLA പി മമ്മൂട്ടി സാർ തന്നെയാണ്. മമ്മൂട്ടി സാർ, എന്താണ് ഇപ്പോൾ ഇന്നലെ പുതിയ ബജറ്റാണ് അവതരിപ്പിച്ചത്, ബജറ്റിനെ പൊതുവിൽ എങ്ങനെ നോക്കി കാണുന്നു? ഷൊർണൂർ മണ്ഡലത്തിന് പുതിയ പദ്ധതികളൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ ചോദിക്കുക, എന്താണ് പുതിയ പദ്ധതികളൊന്നും സമർപ്പിച്ചില്ലേ എന്നതാണ് ആളുകളുടെ ഒരു ചോദ്യം. എന്താണ് യഥാർത്ഥത്തിൽ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുള്ളത്? ബജറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഈ ഗവൺമെന്റ് പുതുതായിട്ട് അധികാരത്തിൽ വന്നപ്പോൾ അവര് ബജറ്റ് ഒന്ന് മോഡിഫിക്കേഷൻ വരുത്തുമെന്നാണ് പറഞ്ഞത്. അവരുടെ പുതിയ ഒരു കാഴ്ചപ്പാടും നയത്തിനനുസരിച്ച് കൊണ്ട് ബഡ്ജറ്റ് രൂപപ്പെടുത്തുക എന്നുള്ള നിലക്കാണ് അവർ ഈ ബഡ്ജറ്റിനെ സമീപിച്ചിട്ടുള്ളത്. അതിലവർ ഇന്ദിരാ ഗ്യാരണ്ടി അതുപോലെ തന്നെ മറ്റ് രൂപത്തിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ തലവാചകത്തിലും ഹെഡ്ലൈനിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുത തന്നെ. പക്ഷെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഭാവനം ചെയ്യുന്ന ഈ പദ്ധതിയുടെ ഏകദേശം ഗുണഭോക്താക്കൾ, അവർക്ക് ലഭിക്കാവുന്ന സാമ്പത്തിക ആനുകൂല്യം, അതിൻ്റെ ടോട്ടൽ എടുത്തുകൊണ്ട് അതിനനുസരിച്ച് കൊണ്ടുള്ള ഒരു വിഹിതമൊന്നും ഇതിൽ നിന്ന് അവിടെ നീക്കിവെക്കപ്പെട്ടിട്ടില്ല. പൊതുവായി എന്താ വെച്ചാൽ ഒരു ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്കിടയിൽ എന്തോ ഒന്ന് വരാൻ വേണ്ടി പോകുന്നുണ്ട് എന്നുള്ള പ്രതീതിയാണ് അവർ സൃഷ്ടിച്ചത്. പക്ഷെ വന്ന് ബഡ്ജറ്റിലേക്ക് ആകെ സമീപിക്കുമ്പോൾ അതിൽ ഒരു വസ്തുതയില്ല. നിലവിലുണ്ടായിരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി അത് 3000 രൂപയാക്കുന്നാണ് അവർ പറഞ്ഞത്. അതിനെ സംബന്ധിച്ച് ഒന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ സ്ത്രീകളുടെ പദ്ധതിയും അല്ല യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ മറ്റേ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി KSRTC ഇപ്പോൾ അവർ കണക്കാക്കുന്ന അവരൊക്കെ തന്നെ എല്ലാ ബസ്സും ഇപ്പോൾ മറ്റേ രൂപത്തിൽ ഗ്രേഡ് മാറ്റി ഓർഡിനറി ആക്കി കുറച്ചു. പരമാവധി യാത്രക്കാരുടെ എണ്ണം കുറക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ അതിനനുസരിച്ച് കൊണ്ട് തന്നെ അപ്രോക്സിമേറ്റ് വരുന്ന ഒരു സംഖ്യ അതിന് വേണ്ടി നീക്കി വെക്കണ്ടേ. 3700 കോടി രൂപ സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് വേണ്ടി കഴിഞ്ഞ ഗവൺമെൻറ് മാറ്റി വെച്ചതാണ്. 3700, 1000 രൂപ അല്ലേ. APL BPL ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള അർഹതപ്പെട്ട 35 വയസ്സിന് 60 വയസ്സിനിടയ്ക്കുള്ളവർക്ക് 3700 കോടി വെച്ചിരുന്നു. ഇതിപ്പോൾ അതെല്ലാം മാറ്റിയിട്ടാണ് ഇപ്പോൾ ഈ KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്നിട്ട് അതിനൊരു 600 കോടിയാണ് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1000 രൂപ എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ചൊന്നും അത് വ്യവസ്ഥപ്പെടുത്തിയിട്ടില്ല. മറ്റത് നേരത്തെ പറഞ്ഞു തന്നെ ആയിരുന്നു, 21,000 രൂപ ആക്കും ആശാ വർക്കർമാർക്ക്, ടോട്ടൽ 21,000. അപ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സംഖ്യയിൽ നിന്ന് അതിനനുസരിച്ച് കൊണ്ട് ഒരു ദിവസം മാസം കണക്കാക്കി ഒരു വർധനവ് വേണ്ടേ. അതിലിപ്പോൾ കഴിഞ്ഞ ദിവസം അത് വന്നപ്പോൾ ഒരു പ്രഖ്യാപനം വന്നതാണ്, ഇത്ര രൂപ 300 രൂപ അല്ലെ എത്ര വർദ്ധിപ്പിച്ചുള്ളത്. അതെ, 3000 രൂപയാണ് വർദ്ധിപ്പിച്ചുള്ളത് നേരത്തെ പറഞ്ഞത്. അപ്പോൾ 21,000ത്തിലേക്ക് ഇനി ഒരുപാട് പോകണം നടത്തും. അപ്പോൾ ഇനിയിപ്പോൾ 21,000 മുഴുവനില്ലെങ്കിലും 3000 ഉള്ളതെന്നാൽ പിന്നെ അതിനനുസരിച്ച് കുറച്ചും കൂടി 6000 ആക്കി വർദ്ധിപ്പിച്ചു. അപ്പോൾ ഇതൊക്കെ തന്നെ വലിയ പ്രചരണപരമായിട്ട് ഉയർത്തി കാണിച്ചിരുന്ന പരിപാടികളാണ്. പിന്നെ ഇപ്പോൾ 25 ലക്ഷം രൂപയുടെ മറ്റേ ഇൻഷുറൻസ് പദ്ധതി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10 കോടി രൂപയാണ് വെച്ചിട്ടുള്ളത്, മനസ്സിലായില്ലേ. അപ്പോൾ ഇതൊക്കെ തന്നെ എന്താ വെച്ചാൽ ബഡ്ജറ്റിൽ ഞങ്ങൾ പരിഗണിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുപോലെ കലാരംഗത്തും സാംസ്കാരിക രംഗത്തും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മ്യൂസിയം മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോഴും അത് നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന സമയത്ത് അതിനാവശ്യമായി വരുന്ന ഫണ്ടിൻ്റെ ആ കോളം ബ്ലാങ്ക് ആണെന്ന് അർത്ഥം. അപ്പോൾ അതിനെ സംബന്ധിച്ചൊന്നും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അതൊക്കെ അത് ബന്ധപ്പെട്ട മേലെയുള്ള ഉയർന്ന ആളുകൾ മറ്റാളുകൾ അതിനെ സംബന്ധിച്ച് പറയട്ടെ. നമ്മൾ കഴിഞ്ഞ തവണ ബഡ്ജറ്റ് ഇടതുപക്ഷ ഗവൺമെൻറ് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ പ്രപ്പോസലുകൾ കൊടുത്തിരുന്നു. അതിൽ കുറേ പ്രപ്പോസലുകൾ അംഗീകരിച്ചിട്ടുണ്ട്. അംഗീകരിക്കപ്പെട്ട പ്രപ്പോസലുകളിൽ ഇപ്പോൾ ഭേദഗതി മാറ്റമൊന്നും വരുത്തിയിട്ടില്ല എന്നാണ് അവർ പൊതുവെ പറയുന്നത്. കാരണം നിലവിലുള്ള MLA കൊടുത്തത് അവർ MLA വീണ്ടും വന്നവരും MLA മാറി വന്നിടത്തൊക്കെ ചില രൂപത്തിലുള്ള കാര്യങ്ങൾ ഭേദഗതികളൊക്കെ വരുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നീക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക്
ബഡ്ജറ്റിൽ പ്രപ്പോസൽ കൊടുക്കണമെന്ന് നമ്മളോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ബഡ്ജറ്റ് വരുന്നുണ്ട്, സാധാരണ അങ്ങനെ പറയും, ബഡ്ജറ്റിൻ്റെ പ്രപ്പോസലുകൾ ഉണ്ടെങ്കിൽ സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രപ്പോസൽ സമർപ്പിക്കണമെന്ന് സാധാരണ റൂട്ടീനായിട്ട് എല്ലാ വർഷവും പറയുന്ന രീതിയിൽ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നൊരു വിവരം കിട്ടിയിരുന്നു റോഡുകളുടെ കാര്യത്തിൽ. അപ്പോൾ ആ റോഡുകളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് 5-6 റോഡുകളുടെ പ്രപ്പോസൽ നമ്മളുമായിട്ട് കൊടുത്തിട്ടുണ്ട്. ബഡ്ജറ്റ് വരുന്നുണ്ട്, ബഡ്ജറ്റ് അപ്പോൾ എൻ്റെ ബഡ്ജറ്റിലാകെ ഒരു മാറ്റം വരുത്തുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. ആ ബഡ്ജറ്റ് ചില സമീപനങ്ങൾ മാറ്റം വരുത്തുന്നതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രപ്പോസൽ കൊടുത്തതൊക്കെ തന്നെ കിട്ടുമെന്നാണ് ഇപ്പോൾ പല ആളുകളും ധാരണ. പ്രപ്പോസൽ കൊടുത്തു തന്നെയുണ്ട്, പ്രപ്പോസൽ ചോദിച്ചാലല്ലേ പ്രപ്പോസൽ കൊടുക്കുക. പ്രപ്പോസൽ കൊടുക്കണല്ലോ, ബഡ്ജറ്റിൻ്റെ സമയം വരുമ്പോൾ പ്രപ്പോസൽ കൊടുക്കാൻ വേണ്ടി പറയും. ആ പ്രപ്പോസൽ മാത്രമല്ല, മറ്റു രൂപത്തിൽ MLA ആസ്തി വികസന ഫണ്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇത്ര കോടി രൂപയുടെ നിർദ്ദേശങ്ങൾ തരണമെന്ന് പറയും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നിർദ്ദേശം കൊടുക്കുക. ബഡ്ജറ്റ് വരുമ്പോഴും അങ്ങനെ തന്നെയാണ് കൊടുക്കുക. അപ്പോൾ ആ നിലയിൽ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അവതരിപ്പിക്കപ്പെട്ട അംഗീകരിക്കപ്പെട്ട പദ്ധതികൾ, ആ പദ്ധതികൾ തുടർന്നും ഈ ബഡ്ജറ്റിലും അംഗീകരിക്കപ്പെട്ടു എന്നാണ് പറയാനുള്ളത്. ആളുകൾ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഷൊർണൂർ മണ്ഡലത്തിന് ഒന്നും ഇപ്പൊ ഇടതുപക്ഷ മണ്ഡലമാണല്ലോ, അപ്പോൾ ഭരണം മാറിയല്ലോ. അപ്പോൾ ഈ ഭരണം മാറിയതിന്റെ ഫലമായിട്ട് ഈ മണ്ഡലത്തിന് പുതിയ പദ്ധതികളൊന്നും അനുവദിക്കുക ഒരു അവഗണന ഉണ്ടായോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, അവഗണന ഉണ്ടായി തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. പദ്ധതി സമർപ്പിക്കാത്തതുകൊണ്ട് കിട്ടിയില്ല എന്നുള്ള പറഞ്ഞതിന് ന്യായമില്ല, മനസ്സിലായില്ലേ. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ഇതിനെ സംബന്ധിച്ച് അല്ലാതെ തന്നെ ഈ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് മുഖേന ആവശ്യപ്പെട്ട പദ്ധതികളുണ്ട്, പ്ലാനിംഗ് ബോർഡ് മുഖേന തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന പദ്ധതികളുണ്ട്, നിലവിൽ ഓൺഗോയിങ് ആയിട്ടുള്ള പദ്ധതികളുണ്ട്. ഇതൊക്കെ തന്നെ വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതിലെന്തെങ്കിലും പദ്ധതികൾ അവർക്ക് ഉൾപ്പെടുത്താലോ, അത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം എന്താ ബഡ്ജറ്റ് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഡിസ്കഷൻ നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ മണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വീണ്ടും അതിൽ ആവർത്തിച്ച് നമുക്ക് ആവശ്യം ഉന്നയിക്കാം. അത് കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഡിസ്കഷൻ കഴിഞ്ഞ് മറുപടി പറയുമ്പോൾ അത്തരം പദ്ധതികളെ സംബന്ധിച്ച് അവർ പരിഗണിക്കുന്നതാണെങ്കിൽ പരിഗണിക്കാം, മനസ്സിലായില്ലേ. അതിനാണ് ഈ ചർച്ച വെക്കുന്നത്. ബഡ്ജറ്റ് ചർച്ച നടക്കുന്ന സമയത്ത് ഉന്നയിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ പിന്നീട് മറുപടി പറഞ്ഞ സമയത്ത് ഉൾപ്പെടുത്തി ഒട്ടേറെ അനുഭവങ്ങളുണ്ടല്ലോ. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബഡ്ജറ്റ് ഡിസ്കഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ആ സമയത്ത് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രപ്പോസലുകൾ കൊടുക്കാം. നമ്മൾ നേരത്തെ ഉള്ളത് നമ്മുടെ പ്രപ്പോസലുകളുണ്ട്, കോളേജായിട്ടും വിദ്യാഭ്യാസ മേഖലയായിട്ടും ഇറിഗേഷനായിട്ടും തടയണയായിട്ടും അതുപോലെ തന്നെ മറ്റ് ആശുപത്രി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ നമ്മുടെ നിലവിലുള്ള ബഡ്ജറ്റിൽ നമ്മുടെ പ്രപ്പോസലുകളുണ്ട്. UDFന്റെ MLA-മാരുടെ മണ്ഡലങ്ങൾക്ക് ഈ പദ്ധതികൾ കൊടുക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതൊക്കെ അല്ലേ. അല്ല, അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവുമല്ലോ. അവർ ആ രൂപത്തിൽ കാര്യങ്ങൾ അവർക്ക് ഒരു വിവരം ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ ബഡ്ജറ്റിൻ്റെ ഒരു പ്രപ്പോസൽ നമുക്കല്ല, ബഡ്ജറ്റിൻ്റെ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് സമർപ്പിക്കണം എന്ന് സാധാരണ എല്ലാ കാലത്തും എല്ലാവരോടും പറയാറുണ്ട്. പിന്നെ അവരോട് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നൊന്നും അറിയില്ല, നമ്മളോടൊന്നും അങ്ങനെ അഭിപ്രായം പറഞ്ഞില്ല. പക്ഷെ എന്തെങ്കിലും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റിൻ്റെ ഡിസ്കഷൻ നടക്കാൻ പോവല്ലേ ഇപ്പോൾ. ആ ബഡ്ജറ്റിൻ്റെ ഡിസ്കഷൻ നടക്കാൻ പോകുമ്പോൾ ഷൊർണൂർ മണ്ഡലത്തിൽ ഇന്ന കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് നമുക്ക് ആവശ്യപ്പെടാം. ബഡ്ജറ്റിൻ്റെ ഡീറ്റെയിൽ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ധനകാര്യമന്ത്രിയും അതിന് മറുപടി പറയും. അങ്ങനെ മറുപടി പറയുമ്പോൾ ഇങ്ങനെ വന്ന നിർദ്ദേശങ്ങളൊന്നും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് മറുപടി പറയുക. അപ്പോൾ ബഡ്ജറ്റ് പ്രസംഗം ഒരു രേഖയാണ്, ബഡ്ജറ്റ് ചർച്ച ഒരു രേഖയാണ്. ചർച്ച പരിഗണിച്ചുകൊണ്ട് മറുപടി പറഞ്ഞ ബഡ്ജറ്റിൻ്റെ രേഖ തന്നെയാണ്. അപ്പോൾ ആ നിലയിൽ നമുക്ക് നമ്മുടെ മണ്ഡലത്തെ സംബന്ധിച്ച് ഉന്നയിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഉന്നയിക്കാനും അവർക്ക് വേണമെങ്കിൽ പരിഗണിക്കാനും ഒക്കെയുള്ള സാധ്യത ഇതിലുണ്ട്. ബഡ്ജറ്റ് ഡിസ്കഷനിലാണ് അതിൽ പ്രധാനമായിട്ട് കാര്യം. അപ്പോൾ അതാണ് MLA-ക്ക് പറയാനുള്ളത്. ബജറ്റിൽ പുതിയ പദ്ധതികൾ ഇല്ലാഞ്ഞതല്ല, ഈ കഴിഞ്ഞ ബജറ്റ് അവതരിപ്പിച്ചിട്ട് ഉള്ള ബജറ്റിന്റെ ഒരു തുടർച്ച എന്ന രീതിക്കാണ് പുതിയ സർക്കാർ വന്നിട്ടുള്ള ഒരു ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. അത് പദ്ധതികൾ ഇല്ല എന്നുള്ള വീണ്ടും പ്രപ്പോസൽ നമുക്ക് ആവശ്യമെങ്കിൽ നൽകാം എന്നുള്ളതാണ് ഇപ്പോൾ MLA നമ്മോട് പറഞ്ഞത്. റോഡുകളുടെ കാര്യത്തിലും ഷൊർണൂർ മണ്ഡലത്തിലെ റോഡുകളുടെ കാര്യത്തിലും ഇടപെട്ടിട്ടുണ്ട്. അതിന് തകർച്ചയ്ക്ക് വേണ്ട പരിഹാരങ്ങൾ ഉടനടി ഉണ്ടാകുമെന്നുള്ള അഭിപ്രായമാണ് ഇപ്പോൾ MLA പങ്കുവയ്ക്കുന്നത്.